ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അയിലക്കുട്ടന്മാരാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് കറിയും ഫ്രൈയും ഒക്കെ കണ്ട് മാറ്റി വെച്ചിക്കാണ്ട് ഇന്നത് വെറൈറ്റി ആക്കി പിടിച്ചാലോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് 2 എടുത്തേക്കാണ്ട് ഇതാ നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാല ഒക്കെ നല്ല ഉള്ളിക്കാണ്ട് പിടിച്ചോട്ടേന്ന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിക്കണ്. ഇനി നമുക്ക് വരെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഞാൻ മസാല തേച്ച് പിടിപ്പിക്കാനും വേണ്ടിയിട്ട് ഇതാ ഒരു വെള്ള പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല പൗഡറുകളൊക്കെ ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്ത പൗഡറുകളൊക്കെ അതാ കണ്ടോളി. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിക്കണ്. അതേപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിക്കണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ച വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ ഇതാ ഇച്ചിരി കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കുറേ കമൻറ്റ് വന്നിരുന്നു ഞാൻ സംസാരത്തിൻ്റെ ശേഷം ടാ 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 എന്ന് പറഞ്ഞത്. അത് കണ്ടപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാനൊന്ന് പ്ലേ ആക്കി നോക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പറയുന്നുണ്ടെന്ന്. അതിന് ശേഷം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ സംസാരം അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് മാറി വരുമോ എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ അത്ര കൂടുതലായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സാവധാനം മാറിക്കോളും. അതുവരെ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കട്ടാ. വേണ്ട അപ്പോഴും പറഞ്ഞത് അത് പോട്ടെ. ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വരിഞ്ഞ് വെച്ച അയിലനെ ഇതിലിട്ടിട്ട് അതിൻ്റെ മേലെ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാനൊക്കെ നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച അയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ തീ പറ്റ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വരുള്ളൂ. അപ്പോൾ തീ പറ്റ കുറച്ച് വെച്ചതുകൊണ്ട് തന്നെ അതിങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ നേരെ പോയിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാനിതൊന്നുകൊണ്ട് മറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേ ഭാഗം കൂടെ ഇതേപോലെ തന്നെ നല്ല വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മീനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാനായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ പണിയുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഈ മീനൊക്കെ ഒന്ന് ഇങ്ങോട്ട് കോരി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ പാനിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മീൻ ഫ്രൈ ആക്കിയ ബാലൻസ് എണ്ണ അതിലുണ്ടായതുകൊണ്ട് തന്നെ വേറെ എണ്ണ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മസാല ഉണ്ടാക്കാൻ ഞാനിതാ കുറച്ചധികം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി കണ്ടില്ല ഇങ്ങനെ വട്ടത്തിലൊക്കെ അരിഞ്ഞെടുത്തിക്കണം. അതിനൊന്നും ആവശ്യമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ഈ ചെറിയ ഉള്ളിയൊക്കെ ഈ പാനക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് ഫ്രൈ ആക്കാൻ ഒരുങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്, അല്ലടാ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് ചേർത്താലല്ലോ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വരികയാണ്. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയായത്. ഈ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു പ്രത്യേക തരം സ്മെല്ല്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോഴൊക്കെ ഈ സ്മെല്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വൈക്ക് പോവലുണ്ടാവില്ല. അതേപോലെ ആ സാധനം തൊള്ളേക്ക് വെക്കില്ല. എന്താണെന്നറിയില്ല അല്ലേ, ഈ ഗർഭിണി ആയിരിക്കുമ്പോൾ നമുക്ക് ചില സ്മെല്ലുകളൊന്നും കണ്ട് പിടിക്കാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തിൻ്റെങ്കിലും സ്മെല്ല് പറ്റാത്തത് ഉണ്ടായിരുന്നാ? അതേപോലെ തന്നെ സോപ്പ്, കോൾഗേറ്റ്, അതൊന്നും ആലോചിക്കാൻ വയ്യല്ലേ. ദിവസം 2-3 നേരം പല്ലേച്ചീനെ ഞാൻ പല്ലേക്കലൊക്കെ നിർത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ.
നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലോണം സോഫ്റ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിക്കണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിക്കണത് ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റാക്കി വെക്കുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ. ആ ചേട്ടാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലേ, ഓർമ്മയില്ലാതെ വീണ്ടും പറഞ്ഞിക്കണ്, സോറിട്ടാ. അങ്ങനെ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വട്ടത്തിലരിഞ്ഞ് വെച്ച കുട്ടപ്പം തക്കാളികൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണ്. അതിൻ്റെ പിന്നാലെ തന്നെ അതിലേക്ക് ആവശ്യമായ മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിക്കണ്. കൂടുതൽ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അടുത്തത് ഞാൻ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിക്കണ്. അങ്ങനെ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അടച്ചിക്കാണ്ട് തുറന്നതൊന്നുമല്ല കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ അത് തുറങ്ങാം. അതിനു വേണ്ടി ഞാനിതാ ഒരു കുട്ടി വായൻ്റെല എടുത്തിട്ടുണ്ട്. ഈ വായൻ്റെലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടാ. ചെറുതാണെങ്കിലും നല്ല ആരോഗ്യത്തോടെ കൂടിയിട്ടുള്ള ഒരു ഇല തന്നെയായിരുന്നു കേട്ടാ. പക്ഷെ എന്തേ സംഭവിച്ചതെന്നറിയോ, ഞാനിതൊന്ന് സ്റ്റൗമ്മ വെച്ചിക്കാണ്ട് ചൂടാക്കിയെടുത്ത്. എന്നാലല്ലേ നമുക്കിപ്പോൾ അതിലിട്ടിട്ട് പൊതിയുമ്പോൾ വായൻ്റെല കീറി വരാതിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത്. അപ്പോൾ ആളൊന്ന് തളർന്നു പോയതാണ് കേട്ടാ. എന്നാലും ചൂടാക്കിയിട്ടും ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ, അതന്നെ വലിയ ഹെയർ. നമ്മളായിട്ടാണെങ്കിലോ പറയേണ്ടി വരൂലല്ലോ അല്ലേ. എങ്ങനെ ആയാലും ഞാനിതിൻ്റെ ഈ തലഭാഗം ഒന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിത് അതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ഈ കട്ടിയുള്ള ഭാഗം കൂടെ ഒന്നാണ്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ച്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ മടക്കി എടുക്കുമ്പോൾ പൊട്ടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്ത പണിയാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. നമ്മളിത് എപ്പോഴും ചെയ്യണ പരിപാടിയല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യണതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എങ്ങനെ ആയാലും ഞാൻ എങ്ങനെയൊക്കെ അത് കുറച്ച് നേരം പിടിച്ചിട്ടാണെങ്കിലും ആ സാധനം ഒഴിവാക്കിയിട്ടുണ്ട്. പേടിച്ചിട്ടാണ് ഒഴിവാക്കുന്നത്. വായനയിൽ കീറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പോയി പൊട്ടിച്ചോടന്ന് വാട്ടിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെയായാലും കീറാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. അപ്പോൾ അതാ നോക്കിക്കോളിട്ടാ. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലൻ്റെ പകുതി ഭാഗം ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൊട്ടിച്ചോടുന്ന വെച്ചാൽ കറിവേപ്പില കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിവാക്കാണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് 2 പീസ് എടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഇട്ടാൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ച കൊടുത്ത അയില വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 അയിലനെയും വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ബാക്കി മസാലയും കൂടെ ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലെ ഒന്നാണ്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുണ്ടാക്കിയ മസാല മുഴുവൻ വെച്ച് കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 മീനിൻ്റെ മേലെയും ഓരോ അല്ലി വേപ്പിൻ്റെലും കൂടെ വെച്ച് കൊടുത്തേക്കണേ. പിന്നെ അതിൻ്റെ മേലെ ഞാനിതാ ഒരു നാടൻ ചപ്പിൻ്റെ ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക തരം ഒരു സ്മെല്ലാണല്ലോ അല്ലേ, അപ്പോൾ അതും കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഞാനിതാ ഒരു വലിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വെക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല, ഏതായാലും ഒരു വഴിക്ക് പോവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വെച്ച് കൊടുത്തതാണ് കേട്ടാ. അപ്പം ഇനി വെക്കാനൊന്നുമില്ല, ഇനി കെട്ടാനേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ പരിപാടിയിൽ വലിയ എക്സ്പേർട്ടൊന്നും ഇല്ലാന്ന് എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കില്ല. കുക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടാ. അറിയില്ലെങ്കിലും അത് ചെയ്ത് നോക്കാൻ വലിയ ഇൻട്രസ്റ്റ് തന്നെയാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഇതാ ആദ്യം അയലിൻ്റെ 2 ഭാഗവും കൊണ്ട് മടക്കി എടുത്തിട്ട് അതേപോലെ തന്നെ മറ്റേ 2 ഭാഗവും കൂടെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് അത് പൊതിയാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ ആയാലും ഇങ്ങനെ പൊതിഞ്ഞെടുത്തേക്കണ്. എന്നിട്ട് വായൻ്റെ നാരെടുത്ത് വെച്ചിന്ന് അതായിട്ട് 2 ഭാഗവും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. അല്ല പിന്നെ നമ്മളോടെ കളി, അല്ലെങ്കിലും ഇപ്പോൾ ഈ കെട്ടിലൊക്കെ എന്തിരിക്കണല്ലേ. അങ്ങനെ ഞാൻ കെട്ടിയത് കാണാൻ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വായൻ്റെ ടേസ്റ്റും കൂടെ അതിമൊക്കെ പിടിക്കുള്ളൂ. അപ്പം ഞാനിത് ഓവനിലാണ് ചൂടാക്കി എടുക്കാൻ പോണത്. ഈ ഓവണില്ലാത്തവർ പേടിക്കണ്ടെന്നേ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തുള്ളി വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുത്തുകാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ വായൻ്റെ കെട്ടുണ്ടല്ലോ, അത് ആ ചട്ടിയിലിട്ടിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കാണ്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചാൽ മതിയേ. അപ്പം തന്നെ ആ വായൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ നമ്മളെ മീനിൽ നല്ലോണം പിടിച്ചോളും. അങ്ങനെ ഞാനിതാ ഓവനിൽ വെച്ചിട്ട് ഈ വായൻ്റെ സ്മെല്ല് ഇങ്ങനെ പുറത്തേക്ക് അടിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ട ഇതിൽ നിന്ന് ഈ ഓയിലൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കിയാലെന്താ, തൊള്ളക്ക് ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാമല്ലോ നമുക്ക്. അങ്ങനെ ഞാനത് വൃത്തിയാക്കാനുള്ളത് അപ്പം തന്നെ വൃത്തിയാക്കലൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ സാധനം തുറന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത്.
അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് തുറന്ന് നോക്കണത്. തുറന്നുകൊണ്ട് നോക്കിയപ്പോൾ ഇതാ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയാലോ. ഈ മീൻ ഇതിമെന്ന് നുള്ളി എടുക്കുമ്പോൾ തന്നെ അറിയത് എത്രത്തോളം നന്നായിട്ടുള്ളതെന്നുള്ളത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അങ്ങോട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വെറുതെ പറയല്ല കേട്ടോ, സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മോനോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ. എങ്ങനെയുണ്ട്? ചേട്ടാ ഇവൻ എന്താടാ അതൊന്നും പറയാത്തത്? ഒന്നും കൂടെ ചോദിച്ചു നോക്കിയാക്കാം അല്ലേ. ഹാവു സമാധാനമായി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ടാ? സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞ് പറയിപ്പിച്ചതാണ് കേട്ടാ, അല്ലാതെ ആളും പറയണ്ടേ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ശരി കേട്ടാ.